മന്ത്രി എം ലിജുവിന് കായംകുളത്ത് ഉജ്ജ്വല സ്വീകരണം. ഓച്ചിറ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് ലിജുവിനെ കായംകുളത്തേക്ക് സ്വീകരിച്ചത്. കേരളം രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന പ്രതീക്ഷയോടുകൂടി കാത്തു നിൽക്കുന്ന ശ്രീ എം ലിജു മന്ത്രിയാവുന്നത്. മന്ത്രിയായതിനു ശേഷം ആദ്യമായിട്ടാണ് കായംകുളത്തേക്ക് അദ്ദേഹം മന്ത്രിയായതിനു ശേഷം കടന്നു വരുന്നത്. അങ്ങനെ മന്ത്രിയായതിനു ശേഷം കടന്നു വരുമ്പോൾ കായംകുളത്തിൻ്റെ അതിർത്തി ആലപ്പുഴ ജില്ലയുടെ അതിർത്തിയായ കൊല്ലം ജില്ലയുടെ കൂടി അതിർത്തിയായ ഓച്ചിറയിൽ വൻപിച്ച വരവേൽപ്പ് നൽകുകയാണ്. ഓച്ചിറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും കരുനാഗപ്പള്ളി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും ഒരു വൻപിച്ച വരവേൽപ്പിന് ശേഷമാണ് കായംകുളത്തുകാർ വരവേറ്റ് ഇന്ന് കായംകുളത്തേക്ക് അദ്ദേഹത്തെ വരവേറ്റ് മുന്നോട്ട് പോകുന്നത്. സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജുവിന് കായംകുളത്ത് ആവേശകരമായ സ്വീകരണമാണ് നൽകിയത്. മണ്ഡല അതിർത്തിയായ ഓച്ചിറയിൽ നിന്നുമായിരുന്നു സ്വീകരണം ആരംഭിച്ചത്. ഓച്ചിറ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്നും നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് മന്ത്രിയെ കായംകുളത്തേക്ക് ആനയിച്ചത്. എങ്ങനെ വാക്കുകൾ കൊണ്ട് മറുപടി പറയണമെന്നറിയാത്ത വണ്ണം എൻ്റെ ഹൃദയം നിറഞ്ഞു കവിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. കേരളത്തിലെ ഈ നാടിനെ മുന്നോട്ട് നയിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണി മന്ത്രിസഭയിൽ എനിക്ക് അംഗമാകാൻ സാധിച്ചത് തീർച്ചയായും ഈ നാട് നൽകിയ. ഓച്ചിറയിൽ നിന്നും ആരംഭിച്ച സ്വീകരണം ദേശീയപാത വഴി കമലാലയം ജംഗ്ഷനിൽ നിന്നും കിഴക്കോട്ട് തിരിഞ്ഞ് പുതിയിടം ക്ഷേത്ര ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, മുനിസിപ്പൽ ജംഗ്ഷൻ, ലിങ്ക് റോഡ്, പാർക്ക് ജംഗ്ഷൻ പാലത്തിലൂടെ സസ്യ മാർക്കറ്റ്, മുക്കവല, പോലീസ് സ്റ്റേഷൻ, പാർക്ക് ജംഗ്ഷൻ, നഗരസഭാ ജംഗ്ഷൻ വഴി കോൺഗ്രസ് ഓഫീസിൽ സമാപിച്ചു. UDF നേതാക്കൾ നേതൃത്വം നൽകി. കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിന് ശേഷം ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടു വന്നിരിക്കുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ലിജു നമുക്കേവർക്കും വേണ്ടപ്പെട്ടവനാണ്. അദ്ദേഹത്തിൻ്റെ സ്വഭാവ ഗുണവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പാരമ്പര്യവുമെല്ലാം കണക്കിലെടുത്ത് ഈ നാട്ടിലെ ജനങ്ങൾ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഈ 4ാം തവണ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു എന്ന് കാണുന്നത് നമുക്കെല്ലാവർക്കും സന്തോഷിക്കാൻ വകയുണ്ട്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.